പറയാൻ വന്നത് ഈ തെരഞ്ഞെടുപ്പ് ആത്മവിമർശനമൊന്നുമില്ല, ഉമ്മാ പറയുകയാണ്, വെറുതെ പറയുകയാണ്. ഞാൻ വെറും സൗഹൃദമായിട്ടാണ് ഇലക്ഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. ആരോടും എന്റെ ഭാര്യയോടും എന്റെ മകനോടും മകന്റെ ഭാര്യയോടും ഒരു രാഷ്ട്രീയക്കാരോട് ചോദിച്ചത് അതിലേക്ക് മൂന്നിനേക്കുള്ള. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് UDF അവിടെ സ്ഥാനാർത്ഥിയെ കായംകുളത്തേക്ക് മാറ്റി. എനിക്ക് നമ്മുടെ ചാണകശ്ശേരിക്ക് 28,000 പ്രവർത്തനം അത്രയും വലിയ പൊല്യൂഷൻ. ഇവിടെ നമ്മൾ നോക്കുന്നതിന്റെ പകരം നല്ലപക്ഷ തോന്നി ലിനു കായംകുളത്തേക്ക് മാറി. നമ്മൾ നേരത്തെ 3 തവണ തോറ്റ അദ്ദേഹം ഒരുപാട് ഭൂരിപക്ഷം കഴിഞ്ഞു. കായംകുളത്ത് ഒരാൾക്ക് വരുന്നവരെ ഒരു വിജയത്തിൽ അദ്ദേഹത്തിന് നന്നായി അദ്ദേഹം ജയിച്ചു. അപ്പൊ അതുകൊണ്ട് വെറുതെ സ്വയംപ്രസ്ഥാനത്തിന് ഏതോ CPM ഏരിയ കമ്മിറ്റി പറഞ്ഞത് അങ്ങനെ 5 വർഷം മുമ്പ് പുറത്താക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ തോന്നുന്നത് ഇതാണ് സ്വയംപ്രസ്ഥാനം. 5 വർഷം മുമ്പ് ഏത് തെറ്റിലാണ് പുറത്താക്കുന്നത്? ഞാൻ CPM രാജിവെച്ചതല്ല, എന്നെ ഞാൻ പുറത്താക്കിയിട്ടില്ല. CPM ഭരണഘടന പ്രകാരം എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മെമ്പർഷിപ്പ് കൊടുക്കണം. സ്കൂട്ടറെ പെർമിഷൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും മെമ്പർഷിപ്പ് കൊടുക്കില്ല. പോളിറ്റ് ബ്യൂറോയിൽ നോട്ടാവും, പാർട്ടി നോട്ടാവും. എല്ലാവരും രവിയും 1 മാസം എത്ര രൂപ രവി എടുത്താണ്, കൂട്ടി 12 മാസം എടുക്കണം. ഒരു പലിശയ്ക്ക് 2 രൂപ വരും. ആ പലിശയ്ക്ക് അടക്കണം. അപ്പോൾ നല്ലപോലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നല്ലപോലെ പ്രവർത്തിക്കുന്നൊന്നും ആരും നോക്കാറില്ല. സൗകര്യം പോലെ കിടക്കണം. ഇയാൾക്ക് അങ്ങനെയായിരുന്നു. അവരെ കൊടുക്കും. ആ സ്കൂട്ടറിൽ ഞാൻ പുതുക്കിയില്ലതേ ഉള്ളൂ. എനിക്ക് താല്പര്യമില്ല. എങ്ങനെയാരെ പുറത്താക്കുകയോ ഞാൻ രാജിവെക്കുകയല്ല ചെയ്തത്. ഞാൻ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കും. എനിക്ക് താല്പര്യമില്ല. കാരണം അത് നിൽക്കാൻ കൊള്ളത്തില്ലോട്ട്. 65-66 വർഷം അത് പ്രവർത്തിച്ച ശേഷം ഇപ്പം എനിക്ക് മാറുന്ന കാര്യം പ്രവർത്തിക്കുക. ഞങ്ങൾ ചേർന്ന പാർട്ടിയല്ലത്. ഞങ്ങൾ ചേർന്ന കാലത്തെ പാർട്ടിയെ അല്ലായിരുന്നു. പാർട്ടി എന്ന പേരുണ്ട്, അത്രയേ ഉള്ളൂ. പാർട്ടിയുടെ ഏത് മൂല്യമാണ് അതിനകത്തുള്ളത്? പറ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആശയപരമായി എതിർക്കുന്നവരായാലും അതിനെ ബഹുമാനിക്കും. കാരണം അതിൻ്റെ മൂല്യമുണ്ട്. അതിനുവേണ്ടി ചത്തു പണിയെടുക്കും പ്രവർത്തകർ. മരിച്ചാൽ പോലും അവർക്ക് വിഷമം. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം പോയില്ലേ. പൈസ ഉണ്ടാക്കുക, സ്വന്തമായി ചാപ്പാട് കഴിക്കുക, രാജ്യം മുഴുവൻ സഞ്ചരിക്കുക, 1 വർഷത്തിൽ ഒരിക്കൽ 1 മാസം കാലം ബാംഗ്ലൂരിൽ പോയി താമസിക്കാൻ എല്ലാ തരത്തിലുള്ള CPM നേതാക്കന്മാർ എല്ലാ വർഷവും ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. ഒരേ സെറ്റാണ് 7 പേര്. ഇത്തവണയും പോകും. ഇതെല്ലാം അങ്ങനെ പോകാനുള്ള അനുവാദവും പാർട്ടി തന്നവരൊന്നും ഇല്ല. ഈ പൈസ ആര് കൊടുത്ത പൈസയാണ്? ആരുടെ ചെലവിലാണ് പോകുന്നത്? ഇതൊക്കെ പണ്ട് ചോദിച്ചാൽ സമാധാനം വേണം, പുറത്താക്കുമല്ല. ഇപ്പം ആരാ സമാധാനം ചോദിക്കേണ്ട ആള് തന്നെയാണ് ഇതിന്റെ കാര്യം. ഈ കൊണ്ടുപോകുന്നത് മാറിപ്പോയി. വ്യാപകങ്ങളൊന്നും വേണ്ട.